Hi everyone, welcome back to Learningo. So ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സ് കീം ഹൈലൈറ്റ്സിൽ യൂണിറ്റ് 1 പാർട്ട് 2 ആണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് സീക്വൻസ് ആൻഡ് സീരീസ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. So let us start. First, sequence and series. So first of all, എന്താണ് ഒരു സീക്വൻസ് നോക്കാം. A sequence is the arrangement of sorting of numbers in a particular order. അപ്പോൾ ബേസിക്കലി സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറേഞ്ച്മെന്റ് ഓർ സോർട്ടിംഗ് ഗ്രൂപ്പിംഗ് ആണ്. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെ ഒരു പെർട്ടിക്കുലർ സ്പെസിഫിക് ഓർഡറിൽ ഗ്രൂപ്പ് ചെയ്യാം. A series is a list of numbers that is represented as the sum of numbers in the sequence. ഇപ്പോൾ സീക്വൻസിൽ ആ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ടാവല്ലോ, അതിന്റെ സം ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ അത് ആ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ സീരീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന രണ്ട് സീക്വൻസസിൽ വരുന്ന രണ്ട് ടോപ്പിക്സ് ആണ്. ഒന്ന് അരിത്മെറ്റിക് പ്രോഗ്രഷനും ഒന്ന് ജോമെട്രിക് പ്രോഗ്രഷനും. സോ ഫസ്റ്റ് ഓഫ് ഓൾ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ A1 A2 എക്സെട്ര AN എന്ന് പറയുന്നത് ജനറൽ ഫോം ഓഫ് സീക്വൻസ് ആണ്. ദിസ് ഇസ് ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ AP if AN+1 is equal to AN+D. AN+1 ഉം AN ഉം കമ്പയർ ചെയ്താൽ തന്നെ അറിയാം ANന്റെ നെക്സ്റ്റ് ടേം ആണ് AN+1 അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പ്രീവിയസ് ടേം പ്ലസ് D ചെയ്യണം. വേർ D എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ A1 A2 AN, ഇപ്പോൾ A1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, A2 എക്സെട്ര A3 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? A2 പ്ലസ് D ചെയ്താൽ മതി. അതുപോലെ A4 കിട്ടണമെങ്കിൽ A3 പ്ലസ് D ആൻഡ് ഇറ്റ് ഗോസ് ഓൺ. ജനറൽ ടേം, ഇപ്പോൾ AP-യിലെ ജനറൽ ടേം കണ്ടുപിടിക്കാൻ ഇതിന്റെ ഫോർമുലയാണ് AN is equal to A plus N minus 1 into D. AN എന്ന് പറയുന്നത് nth ടേം ആണ്, അതിനാണ് ജനറൽ ടേം എന്ന് പറയുന്നത്. A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം പ്ലസ് N minus 1 into D, അതിൽ D കോമൺ ഡിഫറൻസ് ആണ് നമുക്കറിയാം. അതുപോലെ N എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ സീക്വൻസ്. നെക്സ്റ്റ് nth ടേം ഫ്രം ലാസ്റ്റ്, അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് AN is equal to L minus of N minus 1 into D. L minus of N minus 1 into D. L എന്ന് പറയുന്നത് എന്താ? ലാസ്റ്റ് ടേം ആണ്. N നമുക്കറിയാം നമ്പർ ഓഫ് ടേംസ്. നെക്സ്റ്റ് സം ടു n ടേംസ് ഓഫ് എൻ AP കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് Sn is equal to n/2 into A plus L. A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും L എന്ന് പറയുന്നത് ലാസ്റ്റ് ടേമും. അപ്പോൾ L അറിയാമെങ്കിൽ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. വേറൊരു ഫോർമുലയാണ് n/2 into 2A plus N minus 1 into D. അതായത് നമുക്ക് സപ്പോസ് L അറിയില്ലെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്താൽ മതി. n/2 into 2A plus N minus 1 into D. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്. നെക്സ്റ്റ് അരിത്മെറ്റിക് മീൻ. ഇപ്പോൾ ഒരു AP-യിലെ അരിത്മെറ്റിക് മീനിന്റെ ഫോർമുലയാണ് നമുക്കറിയാം. മീൻ എന്ന് പറയുന്നത് ആവറേജ് ആണ് അല്ലേ. സോ സം ഓഫ് ദ നമ്പേഴ്സ് അല്ലെങ്കിൽ സം ഓഫ് ദ ടേംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്, അതായത് S ഡിവൈഡഡ് ബൈ N, വേർ S എന്ന് പറയുന്നത് സം ഓഫ് ടേംസും N നമ്പർ ഓഫ് ടേംസ് ആണ്. നെക്സ്റ്റ് ജോമെട്രിക് പ്രോഗ്രഷൻ. ഇപ്പോൾ ബേസിക്കലി നമ്മൾ ഡിനോട്ട് ചെയ്യാണ് സീക്വൻസിനെ A1 A2 എക്സെട്ര AN. സോ ഇതാണ് ജനറൽ ഫോം GP-യുടെ. സോ നമുക്ക് A1 A2 എക്സെട്ര, അപ്പോൾ അത് നമുക്ക് സെക്കൻഡ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ പ്രീവിയസ് ടേം അതായത് ഫസ്റ്റ് ടേം ഇൻറ്റു R ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് ടേംസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രീവിയസ് ടേം ഇൻറ്റു R എന്ന് പറയുന്ന ടേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടേം കിട്ടും. ഇവിടെ R എന്ന് പറയുന്നത് എന്താ? കോമൺ റേഷ്യോ ആണ്. നെക്സ്റ്റ് nth ടേം ഓഫ് GP. ഇപ്പോൾ നമുക്കറിയാം AN+1 is equal to AN into R. ഇതാണ് ജനറൽ ഫോർമുല. AN+1 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ടേം, AN എന്നത് പ്രീവിയസ് ടേം ഇൻറ്റു R ചെയ്താൽ മതി. nth ടേം ഓഫ് GP എന്ന് പറയുന്നത് എന്താ? AN is equal to A into R raised to N minus 1. A into R raised to N minus 1. A നമുക്കറിയാം ഫസ്റ്റ് ടേം ആണെന്ന് അറിയാം. ഇപ്പോൾ ഇവിടെ A1 A2 എക്സെട്ര AN ജനറൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിലിപ്പോൾ നമ്മൾ ജസ്റ്റ് കോമൺ ആയിട്ട് വേറെ ഇപ്പോൾ സീക്വൻസ് പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ A1 A2 എക്സെട്ര ഇപ്പം ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനെ തന്നെ A, AR, AR² ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സെയിം GP തന്നെയാണ്. കാരണം എന്താ? ഇപ്പോൾ പ്രീവിയസ് ടേം ഇൻറ്റു R ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേം കിട്ടും അല്ലെ. അതേപോലെ AR ഇൻറ്റു R ചെയ്ത് കഴിഞ്ഞാൽ AR² നെക്സ്റ്റ് ടേം കിട്ടും. സോ അതിന്റെ ബേസിസിലാണ് AN is equal to A into R raised to N minus 1 എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് nth ടേം ഫ്രം ദ ലാസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് AN is equal to 1 by R raised to N minus 1. R കോമൺ റേഷ്യോ അറിയാമെങ്കിൽ 1 by R raised to N minus 1 ചെയ്ത nth ടേം ഫ്രം ലാസ്റ്റ് കിട്ടും. The series A plus AR plus AR² plus etc. AR raised to N minus 1. This is called a finite geometric series.
അപ്പോൾ നമുക്കറിയാം സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻസിലെ എലമെന്റ്സ് ടേംസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീരീസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ രണ്ട് ടൈപ്സ് ഉണ്ട്, ഫൈനൈറ്റ് ജോമെട്രിക് സീരീസും ഇൻഫൈനൈറ്റ്. അപ്പോൾ നമുക്കറിയാം ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ കൗണ്ടബിൾ നമ്പർ ഓഫ് ടേംസ് ഉള്ളൂ. അപ്പോൾ ഇവിടെ nth ടേം ആണ് a × r⁻⁻1. അപ്പോൾ അതുവരെ ഉള്ളൂ എങ്കിൽ അത് ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൈറ്റ് ജോമെട്രിക് സീരീസ് കിട്ടും. അതിന്റെ വൈസ് വേഴ്സ, ദാറ്റ് ഈസ് ഇൻഫിനിറ്റ് ആണെങ്കിൽ എന്തായിരിക്കും, a⁻⁻1 എൻഡ് ചെയ്യില്ല പ്ലസ് എക്സെട്ര ഇൻഫിനിറ്റ് ടേംസ് ഉണ്ടാവും. അതിനെയാണ് ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സം ടു n ടേംസ് ഓഫ് GP കണ്ടുപിടിക്കാനുള്ളത് Sn is equal to a × r⁻n−1 ഡിവൈഡഡ് ബൈ r−1. ഇവിടെ രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആറിന്റെ വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫോർമുല യൂസ് ചെയ്യേണ്ടത്. ഇഫ് r is greater than 1 ഇപ്പോൾ പറഞ്ഞ ഫോർമുല യൂസ് ചെയ്യാം, അതായത് a × r⁻n−1 ബൈ r−1. അപ്പോൾ r ആണ് ഹയർ വാല്യൂ, സോ അത് ഫസ്റ്റ് വരും, അങ്ങനെ ആലോചിക്കാം. നെക്സ്റ്റ് കേസിൽ r ലെസ് ദാൻ 1 ആണെങ്കിലോ a × നേരെ തിരിച്ച്, അതായത് 1 - r⁻n ഡിവൈഡ് ബൈ 1 - r. ജസ്റ്റ് ആ ഓർഡേഴ്സ് ചേഞ്ച് ചെയ്താൽ മതി. ജോമെട്രിക് മീൻ GM is equal to, ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് nth റൂട്ട് ഓഫ് പ്രോഡക്റ്റ് ഓഫ് ഓൾ ടേംസ് ഓഫ് GP ആണ്. ക്ലിയർ ആയി? ഇപ്പോൾ a1 a2 എക്സെട്ര an ടേംസ് ആണെങ്കിൽ അതെല്ലാം പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ റൂട്ട് അല്ല, സോറി, nth റൂട്ട്, അതാണ് ജോമെട്രിക് മീൻ. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അരിത്മെറ്റിക് മീൻ ആൻഡ് ജോമെട്രിക് മീൻ പറയുകയാണെങ്കിൽ arithmetic mean will always be greater than or it can be equal to geometric mean. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. The sum of an infinite GP എന്ന് പറയുന്നത് sum of two infinite terms. ഒരു GPയുടെ കേസിൽ പറയുകയാണെങ്കിൽ S infinity is equal to a by 1 - r. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇൻഫിനിറ്റ് GPയുടെ കേസിൽ സമ്മ് കണ്ടുപിടിക്കും. നമുക്കറിയാം ഇൻഫിനിറ്റ് ടേംസ് ആണ്, ഏത് ടേം ആണ് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇൻ ദാറ്റ് കേസ് ആ ഇൻഫിനിറ്റ് സീരീസിന്റെ സമ്മ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, S infinity equal to a by 1 - r. പ്രൊവൈഡഡ് മോഡുലസ് ഓഫ് r എന്തായിരിക്കണം, ലെസ് ദാൻ 1 ആയിരിക്കണം. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ, മോഡുലസ് ഓഫ് r ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ -1 ലെസ് ദാൻ r ലെസ് ദാൻ 1. -1ന്റെ 1ന്റെ ഇടയിലത്തെ വാല്യൂ ആയിരിക്കണം r ഉണ്ടാവുക. നെക്സ്റ്റ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർമുല, സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് നോക്കാം. സിഗ്മ k 1 to n, that is k, അതായത് k ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ kക്ക് നമ്മൾ 1 to n വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക, 1 + 2 + 3 + എക്സെട്ര n അല്ലേ. സോ ദിസ് ക്യാൻ ബി ജനറലൈസ്ഡ് ഇൻ ദ ഫോം n × n+1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അതായത് സം അപ് ടു n ടേംസ് എന്ന് പറയില്ലേ, സം ഓഫ് n ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, n × n+1 ബൈ 2. നെക്സ്റ്റ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ kക്ക് പകരം എന്ത് വരും, k സ്ക്വയർ വരും, ദാറ്റ് ഈസ് 1² + 2² + 3² + എക്സെട്ര n². That can be generalized as n × n+1 × 2n+1 by 6. ഇനി sum of cubes of first n natural numbers, അതായത് സിഗ്മ k 1 to n k cube, 1³ + എക്സെട്ര up to n³, n × n+1 by 2 whole square, അല്ലെങ്കിൽ അതിനെ ജസ്റ്റ് ആ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ n² × n+1 whole square by 4. നെക്സ്റ്റ് ടോപ്പിക് ആണ് പെർമ്യൂട്ടേഷൻ. അപ്പോൾ പെർമ്യൂട്ടേഷൻ നമുക്കറിയാം ഒരു അറേഞ്ച്മെന്റ് ആണ്. പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ അറേഞ്ച്മെന്റ് ഓഫ് നമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഐറ്റംസ് അല്ലെങ്കിൽ ഓബ്ജക്ട്സ് ആണ്, പക്ഷെ ഒരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ടാവും. ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് n ഡിഫറെൻറ്റ് ഓബ്ജക്ട്സ് നമുക്ക് നോക്കാം. അതിൽ ഡിഫറെൻറ്റ് കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസിൽ ടേക്കൺ r at a ടൈം, അതായത് r ഓബ്ജക്ട്സ് ആണ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഒരു കണ്ടീഷൻ എന്താ, വിത്തൗട്ട് റെപ്പിറ്റേഷൻ. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യുന്നില്ല. റെപ്പിറ്റേഷൻ ഇസ് നോട്ട് കൺസിഡർ. ഇൻ ദാറ്റ് കേസ് p of n, r, അതായത് നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് എന്താ, npr, ദാറ്റ് ഇസ് n ഫാക്ടോറിയൽ ബൈ n - r ഫാക്ടോറിയൽ. അത് r-ന്റെ വാല്യൂ എന്താ, 0ന്റെ n-ന്റെ ഇടയിലാണ്. നെക്സ്റ്റ് കേസ് ടേക്കൺ r at a ടൈം വേർ റെപ്പിറ്റേഷൻ ഇസ് അലൗഡ്. അപ്പോൾ r ഒബ്ജക്ട്സ് എടുക്കുന്നുണ്ട് ഒരു പെർട്ടിക്കുലർ ടൈമിൽ, പക്ഷെ റെപ്പിറ്റേഷനും ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, റെപ്പിറ്റേഷൻസും അലൗ ചെയ്തിട്ടുണ്ട്. ഇൻ ദാറ്റ് കേസ് p of n r എന്താ, n raised to r, n raised to r. n നമുക്ക് അറിയാലോ ടോട്ടൽ നമ്പർ ഓഫ് ഓബ്ജക്ട്സ് ആണ്. നെക്സ്റ്റ് കേസിൽ p ഓബ്ജക്ട്സ് ആർ ഓഫ് സെയിം കൈൻഡ് ആൻഡ് റെസ്റ്റ് ആർ ഡിഫറെൻറ്റ്. അതായത് ഒരു ടോട്ടൽ നമ്പർ ഓഫ് ഓബ്ജക്ട്സ് n നമ്മൾ പറഞ്ഞു, അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓബ്ജക്ട്സ് ഒരേ ടൈപ്പാണ്. ഓക്കെ, അതാണ് p ഓബ്ജക്ട്സ്. ബാക്കിയെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പാണ്. ഇൻ ദാറ്റ് കേസ് p of n r എങ്ങനെ എഴുതാം, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ p ഫാക്ടോറിയൽ. ലാസ്റ്റ് കേസിൽ വേർ p1 ഓബ്ജക്ട്സ് ആർ ഓഫ് വൺ കൈൻഡ്, p2 objects are of second kind, etc. pk are of kth kind. Okay, ഓരോ ഗ്രൂപ്പ് ഓഫ് ഓബ്ജക്ട്സ് ഓരോ പെർട്ടിക്കുലർ കൈൻഡ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം, n ഫാക്ടോറിയൽ ബൈ p1 ഫാക്ടോറിയൽ ഇൻറ്റു p2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര pk ഫാക്ടോറിയൽ.
നെക്സ്റ്റ് നമുക്ക് സർക്കുലർ പെർമ്യൂട്ടേഷൻ എടുക്കാം. സർക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മൾ പെർമ്യൂട്ടേഷൻ n ഡിസ്റ്റിങ്ക്ട് ഒബ്ജക്ട്സ് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അത് സർക്കുലർ വേയിൽ അറേഞ്ച് ചെയ്താൽ അതെന്തായി സർക്കുലർ പെർമ്യൂട്ടേഷൻ. ഇനി അതിലും ഇതേപോലെ ഡിഫറെൻറ്റ് കേസസ് നോക്കാം. അതായത് സർക്കുലർ പെർമ്യൂട്ടേഷനിൽ ഇതേപോലെ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നോക്കാം. ഫസ്റ്റ് കേസിൽ ടേക്കൺ ഓൾ അറ്റ് എ ടൈം, എല്ലാ ഒബ്ജക്ട്സും കൺസിഡർ ചെയ്യുന്നുണ്ട് ഒരു പർട്ടിക്കുലർ ടൈമിൽ. ദാറ്റ് മീൻസ് n-1 ഫാക്ടോറിയൽ. ഓക്കെ, n-1 ഫാക്ടോറിയൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഓർഡേഴ്സ് ആർ ടേക്കൺ ആസ് ഡിഫറെൻറ്റ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ സർക്കുലർ അറേഞ്ച്മെന്റ് ആകുമ്പോൾ രണ്ട് ഡയറക്ഷൻസ് എന്തായാലും വരും അല്ലെ, രണ്ട് ഓർഡേഴ്സ് കൺസിഡർ ചെയ്യേണ്ടി വരും, ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും. അപ്പോൾ ആ രണ്ട് ഓർഡേഴ്സും ഡിഫറെൻ്റ് ആയിട്ടാണ് എടുക്കണതെങ്കിൽ, ഡിഫറെൻറ്റ് അതായത് രണ്ടും രണ്ട് രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യണതെങ്കിൽ, then in that case taken all objects are taken at a time. അവിടെ number of circular permutation എന്താ n-1 factor. ഇനി നെക്സ്റ്റ് കേസിൽ taken r at a time, അതായത് r ഒബ്ജക്ട്സ് മാത്രം ഒരു പർട്ടിക്കുലർ ടൈമിൽ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫോർമുല എന്താ, നമ്പർ ഓഫ് സർക്കുലർ പെർമ്യൂട്ടേഷൻസ് npr/r, npr/r. ക്ലിയർ ആയല്ലോ. സോ ഇത് രണ്ടും, ഈ ഒരു രണ്ട് കേസും നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താ, ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഓർഡേഴ്സ് ആർ ടേക്കൺ ഡിഫറെൻറ്റ്. അതാണ് കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ടത്. നെക്സ്റ്റ് കേസിൽ ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഓർഡേഴ്സ് ആർ ടേക്കൺ ആസ് നോട്ട് ഡിഫറെൻറ്റ്, അതായത് രണ്ടും ഡിഫറെൻറ്റ് അറേഞ്ച്മെന്റ് ആയിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യണം. ക്ലിയർ ആയാലും. ആ കേസിൽ ഓൾ ഒബ്ജക്ട്സ് ആർ ടേക്കൺ അറ്റ് എ ടൈം, അവിടെ n-1 ഫാക്ടോറിയൽ ബൈ 2 വരും. കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, n-1 ഫാക്ടോറിയൽ ബൈ 2. നെക്സ്റ്റ് കേസിൽ ടേക്കൺ r അറ്റ് എ ടൈം ആണെങ്കിൽ npr/2r വരും. അപ്പോൾ ആ കൂടി ശ്രദ്ധിക്കേണ്ടത് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി രണ്ട് കേസ്. ഓക്കെ, നെക്സ്റ്റ് കോമ്പിനേഷൻസ്. ഇവിടെ സെലക്ഷൻ ഓഫ് ഓബ്ജക്ട്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ പെർമ്യൂട്ടേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താ ഡിഫറൻസ്, നമ്മൾ ഓർഡർ ഇവിടെ കൺസേൺ അല്ല, നമ്മുടെ കൺസേണിലുള്ളതല്ല. ഓക്കെ, ഓർഡർ ഒന്നും സ്പെസിഫിക് ആയിരിക്കില്ല, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യാം. ഇനി നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ r അറ്റ് എ ടൈം, ജനറൽ ഫോർമുലയാണ് NCR is equal to n factorial by r factorial into n-r factorial. The number of ways of selecting one or more items from a group of n distinct items. N distinct items na one or more items select cheyala number of ways. NC1 plus NC2 plus etc. NCN, which can be generalized as 2 raised to n minus 1. ഇനി number of ways of selecting some or all out of P1 plus P2 plus etc. Pn items. അതിൽ P1 എന്ന് പറയുന്നത് of a particular kind, P2 എന്ന് പറയുന്നത് of a different second kind, Pn എന്ന് പറയുന്നത് nth kind. പെർമ്യൂട്ടേഷനിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ആ ഒരു കേസിൽ നമ്പർ ഓഫ് വേസ് ഓഫ് സെലക്ഷൻ എന്താ, P1 plus 1 into P2 plus 1 etc. into Pn plus 1 അപ്പോൾ -1. നെക്സ്റ്റ് ഇതിൽ എക്സ്ട്രാ കുറച്ച് ഫോർമുല നോക്കാം. NPR is equal to NCR into R factorial, 0 less than equal to R less than equal to n. അതായത് പ്രോബ്ലംസിലൊക്കെ ഇത് ആപ്ലിക്കബിൾ ആണ്, എവിടെയൊക്കെ യൂസ്ഫുൾ ആയിരിക്കും അത് അപ്ലൈ ചെയ്യും. NCn minus R is equal to NCR. NCR plus NCR minus 1 equal to n plus 1 CR. N into n minus 1 CR minus 1 is equal to n minus R plus 1 into NCR minus 1. Last one, NCX is equal to NCY. Then x equal to y or x plus y is equal to n. അതായത് NCX equal to NCY ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ, n രണ്ടും സെയിം ആണ്. അപ്പോൾ x equal to y അല്ലെങ്കിൽ x plus y എന്ന് പറയുന്നത് എന്താണ്, n ആണ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് ബൈനോമിയൽ തിയറം. അപ്പോൾ അതിന്റെ ഏറ്റവും ജനറൽ ബൈനോമിയൽ എക്സ്പാൻഷൻ നോക്കാം. a plus b whole raised to n is equal to sigma r is equal to 0 to n is equal to NCR into a raised to n minus r into b raised to r, where 0 less than equal to r less than equal to n and n belongs to n. Capital N ആണ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. നെക്സ്റ്റ് എക്സ്പാൻഷൻ ഓഫ് a plus b whole raised to n ഹാസ് ഇത് ചോദിക്കാതെ എത്ര ടേംസ് ഉണ്ടാവും a plus b whole raised to n ലെ എക്സ്പാൻഷൻ. എന്തായിരിക്കും ആൻസർ, n plus 1, n പവർ ആണ്, n plus 1 അതിന്റെ പ്ലസ് 1 ടേംസ് ഉണ്ടാവും. ജനറൽ ടേം t r plus 1 is equal to a raised to n minus r into b raised to r. t r plus 1 ആണ് ജനറൽ ടൈം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, a raised to n minus r into b raised to r. നെക്സ്റ്റ് മിഡിൽ ടേം. ഇതിലിപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പറയാം, n ഈവൺ ആയിട്ടുള്ള കേസും n ഓഡ് ആയിട്ടുള്ള കേസും. n ഈവൺ ആയിട്ടുള്ള കേസ് നമുക്ക് പറയാം n/2 plus 1 ടേം ആയിരിക്കും മിഡിൽ ടേം, n ഈവൺ ആണെങ്കിൽ. ഇനി n ഓഡ് ആണെങ്കിൽ രണ്ട് ടേംസ് ആണ് മിഡിൽ ടേംസ് ആയിട്ട് ഉണ്ടാവുക, n plus 1/2 ടേമും n plus 1/2 plus 1 ടേം. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഇൻഡിപെൻഡന്റ് ടേം. ഇപ്പൊ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ടേം ഫ്രീ ഫ്രം വേരിയബിൾസിന്റെ എക്സ്പാൻഷൻ.
അപ്പോൾ അതിൻ്റെ ജനറൽ എക്സ്പാൻഷൻ തന്നിട്ടുണ്ട്. എ ഇൻറ്റു ഒരു വേരിയബിൾ ഉണ്ട് എക്സ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എക്സ്പാൻഷൻ ആണ്. എ എക്സ് റേസ് ടു പി പ്ലസ് ബി ബൈ എക്സ് റേസ് ടു ക്യൂ ഹോൾ റേസ് ടു എൻ. ഇതിൻ്റെ എക്സ്പാൻഷനിൽ ഏത് ടേമാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളത്? അതിനാണ് ജനറലായിട്ട് ടി ആർ പ്ലസ് വൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമുക്കറിയാം എക്സ്പാൻഷൻ്റെ ജനറൽ ഫോർമുല എന്താ? എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ ആണ്. അപ്പോൾ ഇവിടെ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻ പി ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ സി ആർ എ റേസ് ടു എൻ മൈനസ് ആർ ബി റേസ് ടു ആർ ആണ്. അതിൽ ആർ എന്താണ്? എൻ ഇൻറ്റു പി ഡിവൈഡഡ് ബൈ പി പ്ലസ് ക്യൂ. ഇതിൽ പി എന്ന് പറയുന്നതും ക്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം എക്സിൻ്റെ കൺസേൺ എ ബി ടേംസിൻ്റെ കറസ്പോണ്ടിങ് പവേഴ്സ് ആണ് കേട്ടോ എക്സിൻ്റെ. നെക്സ്റ്റ് ബൈനോമിയൽ തിയറം ഫോർ എനി ഇൻഡെക്സ്. ഏത് ഇൻഡെക്സ് വന്നാലും ജനറൽ ആയിട്ട് നമ്മൾ എക്സ്പാൻഷൻ പറയണം. 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു എൻ എന്ന് പറയുന്നത് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? 1 പ്ലസ് എൻ എക്സ് പ്ലസ് എൻ ഇൻറ്റു എൻ മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര n into n minus 1 into n minus 2 into etc. n minus r plus 1 into x raised to r by r factorial plus etc. infinity. ഇനി ഇതിന്റെ എക്സ്ട്രാ കുറച്ച് ബൈനോമിയൽ കോഎഫിഷ്യൻസിന്റെ പ്രോപ്പർട്ടീസ് ഇതേപോലെ പ്രോബ്ലംസിൽ ആപ്ലിക്കബിൾ ആണ്. c0 plus c1 plus etc. cn അതിനെ ജനറൽ ആയിട്ട് 2 raised to n എന്ന് എഴുതാം. c0 plus c2 plus etc. is equal to c1 plus c3 plus etc. അതായത് ഇതേപോലെ നമുക്ക് സബ്സ്ക്രിപ്റ്റ്സ് അത് നോക്കിയാൽ അറിയാം. 0, 2, 4 ഈവണും പിന്നെ 1, 3, 5 എന്ന് പറയുന്നത് ഓഡും. This can be generalized as 2 raised to n minus 1. c0 minus c1 plus c2 minus c3 plus etc. minus 1 raised to n into ncn. ഇതിന്റെ വാല്യൂ എന്താ? 0 ആയിരിക്കും. nc1 plus 2 nc2 plus 3 nc3 plus etc. n into ncn. This will be n into 2 raised to n minus 1. c1 minus 2c2 plus 3c3 plus etc. minus അതായത് alternate plus minus വരുന്നത് plus etc. minus 1 raised to n minus 1 cn. This will also be 0 where n എന്തായിരിക്കണം? greater than 1. c0 square plus c1 square plus etc. cn square അതിന്റെ ജനറൽ ഫോം ആണ് 2n factorial divided by n factorial square. നെക്സ്റ്റ് ഇതിൽ വരുന്ന ലാസ്റ്റ് ടോപ്പിക് ആണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. സോ ഇതിൽ ടെക്നിക് ഓഫ് പ്രൂവിങ് എ സ്റ്റേറ്റ്മെന്റ്. നമുക്കറിയാം മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ തിയറം അല്ലെങ്കിൽ ഫോർമുല പ്രൂവ് ചെയ്യണം. ഓക്കെ, വിച്ച് ഇസ് തോട്ട് ടു ബി ട്രൂ ഫോർ ഈച്ച് ആൻഡ് എവറി പോസിറ്റീവ് ഇൻഡിജർ n. n എന്ന് പറയുന്ന പോസിറ്റീവ് ഇൻഡിജറിന് നമ്മൾ വിചാരിക്കുകയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് തിയറം അല്ലെങ്കിൽ ഫോർമുല ട്രൂ ആണെന്ന്. ഓക്കെ, അപ്പോൾ അതിനെ പ്രൂവ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഇപ്പോൾ രണ്ട് പ്രിൻസിപ്പിൾസ് ഉണ്ട് ഇതിൽ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ. അതിൽ ഫസ്റ്റ് പ്രിൻസിപ്പിളും സെക്കൻഡ് പ്രിൻസിപ്പിളും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ ലെറ്റ് പി ഓഫ് എൻ ബി എ സ്റ്റേറ്റ്മെന്റ്. To prove P of n is true for all natural numbers, we follow the following process. അതായത് P of n ആണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യാൻ കൺസിഡർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അത് ട്രൂ ആണ് ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രൂവ് ദാറ്റ് P of 1 is true. അതായത് n-ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ P of 1 ട്രൂ ആണെന്ന് ആദ്യം പ്രൂവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു അസംഷൻ കൺസിഡർ ചെയ്യാണ് P of k is true. Then using 1 and 2. അപ്പോൾ 1 and 2 എന്ന് പറഞ്ഞാൽ P of 1 ട്രൂ പിന്നെ assumption that P of k is true. ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് പ്രൂവ് ദാറ്റ് P of k plus 1 is true. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഫൈനലി P of n ട്രൂ ആണെന്ന് നമുക്ക് കിട്ടും. സെക്കൻഡ് പ്രിൻസിപ്പിളിൽ ഇതേപോലെ ഫസ്റ്റ് സ്റ്റെപ്പ് സെയിം P of 1 is true പ്രൂവ് ചെയ്യാം. Then assume that P of n is true for all natural numbers such that 2 less than or equal to n less than k. ഓക്കെ, അതായത് n-ന്റെ വാല്യൂ എങ്ങനെയാണ്? 2 less than or equal to n less than k. ഓക്കെ, സ്പെസിഫിക് വാല്യൂസിലാണ് n ഉള്ളത്. അങ്ങനെ P of n true ആണെന്ന് നമ്മൾ assume ചെയ്യാം ഈ ഒരു particular range of n-ൽ. Then using 1 and 2 prove that P of k plus 1 is true. Thank you.